പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ കേരളത്തിൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകളും ശ്രദ്ധിച്ചിരിക്കണം. വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്. വീട് വീടാന്തരം കയറിയുള്ള പരിശോധനകൾ ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട 5ഓളം പ്രധാന അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്ത് തരുന്നത്. കേരളത്തിൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകളും ഈ ഒരു വീഡിയോ കാണണം. തീർച്ചയായിട്ടും കാണേണ്ട ഒരു വീഡിയോ ആണ്. കണ്ടില്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് വലിയ നഷ്ടം ഉണ്ടാകുന്ന കാര്യമാണ്. പൂർണ്ണമായിട്ട് തന്നെ വീഡിയോ കാണുക. വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക, മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക. ക്ഷേമ പെൻഷൻ വാങ്ങുന്ന മറ്റുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരിലേക്ക് കൂടി ഈ ഒരു കാര്യം ഒന്ന് എത്തിക്കുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക, വീഡിയോ ലൈക്ക് ചെയ്യുക. നമുക്ക് നോക്കാം, നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുമൊക്കെയായി ബന്ധപ്പെട്ട് സർക്കാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ക്ഷേമ പെൻഷൻ വാങ്ങുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇതേ തുടർന്ന് ഇപ്പോഴൊരു പരാതി സെല്ല് തന്നെ തുറന്നിരിക്കുകയാണ്. ഈ പരാതി സെല്ലിലേക്ക് പരാതികളുടെ പ്രളയമാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. അനധികൃതമായിട്ടും അനർഹമായിട്ടും പെൻഷൻ വാങ്ങുന്ന വലിയ വിഭാഗം ആളുകളുണ്ട് എന്ന് ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ അറിയിപ്പ് ലഭിച്ചിരിക്കുകയാണ്. ഇമെയിലായിട്ടും തപാൽ വഴിയുമൊക്കെ പരാതികളുടെ ഒരു പ്രളയം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടിരിക്കുകയാണ്. സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകൾ ക്ഷേമ പെൻഷൻ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് കർശനമായിട്ടുള്ള നടപടിയും വലിയ രീതിയിലുള്ള പിഴയും ശിക്ഷയും ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പറഞ്ഞിരിക്കുകയാണ്. മാത്രവുമല്ല, വാർഷിക പെൻഷൻ മസ്റ്ററിംഗ് കർക്കശമാക്കുവാനും മുഖം പതിപ്പിച്ചുകൊണ്ട് ഫേസ് ഐ ഡി തന്നെ കാണിച്ചുകൊണ്ടുള്ള പുതിയ മസ്റ്ററിംഗ് രീതിയും കൊണ്ടുവരുവാനുള്ള നടപടികൾ പുതിയതായിട്ട് വരുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അനർഹമായിട്ടുള്ള രീതിയിൽ പെൻഷൻ വാങ്ങിക്കുന്ന എല്ലാ ആളുകളും ശ്രദ്ധിച്ചോളൂ. നിങ്ങൾക്ക് വലിയ പിഴ തന്നെ നിങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരും. നിങ്ങളുടെ പേര് വിവരങ്ങളടക്കം ഒരു പക്ഷേ തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ പ്രസിദ്ധീകരിച്ചേക്കാം. വളരെ നാണക്കേടുണ്ടാക്കുന്ന കാര്യങ്ങളിലേക്ക് വരെ നിങ്ങൾ എത്തിച്ചേരേണ്ടതായിട്ട് വരും. മാത്രവുമല്ല, ഇനിയും പെൻഷൻ കൂടുതലായിട്ട് ആരൊക്കെയാണോ അനർഹരായിട്ടുള്ള പെൻഷൻ വാങ്ങുന്ന ആളുകൾ എന്ന് അറിയുവാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെയായിരിക്കും നടപടി ഉണ്ടാകുക. ഓരോ തദ്ദേശ വാർഡുകളിലും വീട് വീടാന്തരം ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകളുടെ വീട് വീടാന്തരം കയറി ഇറങ്ങി പരിശോധിച്ച് ഈ പറയുന്ന 5 കാര്യങ്ങൾ, അവർക്ക് 1000-2000 സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീട്, AC ഉള്ള ഭവനങ്ങൾ, കൂടാതെ തന്നെ 4 ചക്ര വാഹനങ്ങൾ, ഒന്നിൽ കൂടുതൽ 4 ചക്ര വാഹനങ്ങൾ, ജീവിതമാർഗ്ഗത്തിനല്ലാതെ 4 ചക്ര വാഹനങ്ങളുള്ള ആളുകൾ, വീടുകളിൽ ആരെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥരോ സർക്കാർ പെൻഷനോ വാങ്ങുന്ന ആളുകൾ, അതുപോലെ തന്നെ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഉള്ള ആളുകൾ, ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ട് എങ്കിൽ നിങ്ങളുടെ ഭൗതിക സാഹചര്യം നേരിട്ട് കണ്ടെത്തി അവർക്ക് കർശനമായിട്ടുള്ള പിഴയടക്കം തക്കതായിട്ടുള്ള ശിക്ഷ ലഭിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ കേരളത്തിലാകമാനം അങ്ങോളം ഇങ്ങോളം ഇതുമായി ബന്ധപ്പെട്ട് പരിശോധന ഉണ്ടാകും. മാത്രവുമല്ല, ഇനി വരാൻ പോകുന്നത് ഫേസ് ID, അതായത് നമ്മുടെ മുഖം കാണിച്ചുകൊണ്ട് തന്നെയുള്ള ഒരു പരിശോധനാ രീതിയൊക്കെ ആയിരിക്കും. അതിൽ നമുക്ക് എന്തൊക്കെ ആനുകൂല്യങ്ങളുണ്ട്, ഒരു പക്ഷേ മരണപ്പെട്ടു പോകുന്ന ആളുകൾക്ക് പകരമായി മറ്റുള്ള ആളുകൾ തീർച്ചയായിട്ടും ഈ ഒരു പെൻഷൻ വാങ്ങി ഉപയോഗിക്കാറുണ്ട്. അതിന് പരിഹാരമായിട്ട് മരണപ്പെട്ടു പോയവരുടെ അറിയിപ്പ് കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ അറിയിക്കണം. അതിനുശേഷം മസ്റ്ററിംഗ് പൂർത്തീകരിച്ച് അവർക്ക് ഇനി അങ്ങോട്ട് പെൻഷൻ തുക ലഭിക്കത്തില്ലാത്ത രീതിയിലേക്കുമൊക്കെ മറ്റുള്ള രീതിയിൽ കർശനമായിട്ടുള്ള പരിശോധനയും നടപടിയൊക്കെയാണ് വരുന്നത്. പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണം. പ്രത്യേകിച്ച് ഇനി അങ്ങോട്ടുള്ള സമയത്ത് ക്ഷേമ പെൻഷൻ വളരെ ഈസി ആയിരിക്കില്ല കിട്ടാനെന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കുക. 800 കോടി രൂപയ്ക്ക് മുകളിലാണ് സംസ്ഥാന സർക്കാർ ഓരോ മാസവും ഇതിനു വേണ്ടി കണ്ടെത്തേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അനർഹരായിട്ടുള്ള ആളുകളിലേക്ക് തുക എത്താതിരിക്കാൻ കർശനമായിട്ടുള്ള പരിശോധനയും വരികയാണ്. വളരെ പ്രാധാന്യം